ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടും എത്ര നാളായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചുമ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ ചുമ മാറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം എനിക്ക് അത്രയും 100% റിസൾട്ട് കിട്ടിയ ഒരു ഒറ്റമൂലിയാണ് കേട്ടോ. ഒറ്റ ദിവസം മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനി എത്ര പഴകിയ ചുമയാണെങ്കിലും ഏതെല്ലാം മരുന്ന് കുടിച്ചിട്ട് മാറാത്ത ചുമയാണെങ്കിലും അത് മാറി കിട്ടും കേട്ടോ. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു 2 ആഴ്ചയോളം ചുമ കൊണ്ട് അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള 3-4 ഇൻഗ്രീഡിയൻസ് മതിയായിട്ട് ഇത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നല്ല 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഒറ്റമൂലിയാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ കുറച്ച് തുളസി ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം ഇതിൽ പൊടിയും അതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രഷ് ആയിട്ട് ഇതിൻ്റെ നീരെടുക്കുന്നതിനേക്കാളും ജസ്റ്റ് ഒന്ന് ഇത് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ നീരെടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതോടെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാടങ്ങ് ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇടികല്ലെടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഈ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചതച്ച് നമുക്കിതിൻ്റെ ഒരു നീരെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കിയെടുത്ത ആ ഒരു പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇടിച്ച് ഇതിൻ്റെ ആ ഒരു നീര് എടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു നീരെടുക്കാം. അപ്പോൾ ഇതിവിടെ പിഴിഞ്ഞ് അതിൻ്റെ നല്ലപോലെ അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് നല്ലത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം തേൻ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല നാടൻ തേനാണ് നല്ലത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിലും കുഴപ്പമില്ല. തൽക്കാലം നമുക്കിപ്പം വേറെ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. പക്ഷേ നാടൻ തേൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാടൻ തേനൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് വാങ്ങാനായിട്ടൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് വാങ്ങി സ്റ്റോർ ചെയ്ത് വയ്ക്കുക കേട്ടോ. കടയിൽ നിന്നൊക്കെ കെമിക്കലൊക്കെ ചേർന്ന തേനുകളൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ചുമ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം പനി മാറിയിട്ട് ഒരു 2 ആഴ്ചയോളം ഞാൻ ചുമ കൊണ്ട് അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊറ്റ യൂസിൽ തന്നെ എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഈ വീര്യം കൂടിയ കഫ് സിറപ്പൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള ഒറ്റമൂലികളൊക്കെ ട്രൈ ചെയ്ത് നമ്മുടെ ചുമയൊക്കെ മാറുകയെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ചുമയും കഫക്കെട്ടും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡാണ്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ട് അവൾക്കൊരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവൾക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അവൾക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നിൽക്കേണ്ട കേട്ടോ. നമുക്ക് എപ്പോഴാണോ ഇത് യൂസ് ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാമല്ലോ. അപ്പോഴും തന്നെ ഇത് ഉണ്ടാക്കി ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി എന്തൊക്കെ ചെയ്തിട്ട് മാറാത്ത ചുമയാണെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇത് മാറി കിട്ടും. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് തോന്നുന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്